ഓട്സ് കൊണ്ടുള്ള ഇഡലി തയ്യാറാക്കാൻ വേണ്ടി നമ്മളിപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ്. അതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത്? അതിനോട് ഞാൻ കോമ്പിനേഷൻ വെച്ചേക്കുന്നത് സോയ ചങ്ക്സ് ഡ്രൈ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് ഇതിന് വേണ്ടി ഒരു അര കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. ഓട്സ് തന്നെ എടുക്കാൻ നമുക്കത് മുറുക്കം കിട്ടത്തില്ല, ലൂസായിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ ഒരു അര കപ്പ് റവ പൊടിയും കൂടെ എടുക്കുക. റവ വറുത്തോ വറുക്കാത്ത ആയാലും എന്തായാലും കുഴപ്പമില്ല. അതിനകത്തിട്ട് ബേക്കിംഗ് പൗഡർ കേട്ടോ, ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മതിയേ. പിന്നെ സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ സോഡാപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പുളി ഇച്ചിരി പുളിയുണ്ട്. പുളിയുള്ള തൈര് അര കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അര കപ്പ് വെള്ളവും ആ പാത്രത്തിൽ എടുത്തുകൊണ്ടാണ് വെള്ളത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇളക്കി അത്രയും പോരെങ്കിൽ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. റവ കുതിർന്ന് വരും. അതുകൊണ്ട് നമുക്കൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ റവ നന്നായിട്ട് കുതിർന്ന് വരും. എന്നിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇഡലി പാത്രത്തിലോട്ട് ഇത്രയും ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന പോലെ ഇതുപോലെ എണ്ണ തടവി കൊടുത്തിട്ട് പാത്രത്തിലിട്ട് എണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇത് കേട്ടോ. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്നും ഒട്ടിയൊന്നും പിടിക്കത്തൊന്നുമില്ല. മേൽഭാഗം ഒട്ടുന്ന പോലെ തോന്നും, പക്ഷേ നന്നായിട്ട് തന്നെ അടർത്തിയെടുക്കാൻ പറ്റും. കണ്ടല്ലോ, ഇങ്ങനെ അടർത്തിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ എല്ലാ കറിയും സാമ്പാറും ഒക്കെ കൂട്ടി കഴിക്കാം. ഞാനിപ്പം സോയ ചങ്ക്സ് ഫ്രൈ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാകത്തില്ല, അതുപോലെ രീതിയിൽ ഉണ്ടാക്കിയതാണ് സോയ ചങ്ക്സ്. വീട്ടിൽ നല്ല കോമ്പിനേഷൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത് കേട്ടോ, ടേസ്റ്റിയാണ്.